ഹായ് ഓൾ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അക്കാദമിക് പ്രോഗ്രാംസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ 4 കാര്യങ്ങളാണ് പറയാൻ പോകുന്നുള്ളത്. സ്കൂൾ സിസ്റ്റം, സെമസ്റ്റർ പാറ്റേൺ, ഏതൊക്കെയാണ് പ്രോഗ്രാംസ്, 4-മത്തേത് എലിജിബിലിറ്റി. ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാംസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഇതിൽ 3 പ്രോഗ്രാംസാണ് മൊത്തത്തിൽ ഇവർ കൊടുക്കുന്നുള്ളത്. ഒന്ന് ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, രണ്ടാമത്തേത് കൺവെൻഷണൽ ഡിഗ്രി, മൂന്നാമത്തേത് PG ഡിഗ്രി. ആദ്യത്തെ ഹോണേഴ്സ് ഡിഗ്രി എന്നുള്ളത് 4 വർഷ ബിരുദ പ്രോഗ്രാമാണ്. ഈ 4 വർഷത്തിൽ 3 വർഷം ആവുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചാൽ നമുക്ക് ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഹോണേഴ്സ് ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, സാധാരണ ഒരു ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 4 വർഷം 1 വർഷം എക്സ്ട്രാ പഠിച്ചാൽ അവരെ 4-മത്തെ ഹോണേഴ്സ് ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് PG പഠിക്കാതെ തന്നെ ഡയറക്റ്റ് PhD ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് റീസേർച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 4 വർഷം പഠിച്ചാൽ നമുക്ക് 1 ഇയർ ലാഭമാക്കുക എന്നുള്ളതാണ് ഈ ഹോണേഴ്സ് ഡിഗ്രീൻ്റെ പ്രത്യേകത. പക്ഷേ എല്ലാ സബ്ജക്റ്റിലും ഇവർ ഹോണേഴ്സ് ഡിഗ്രി കൊടുക്കുന്നില്ല. മറിച്ച് മുമ്പത്തെ അതേ പാറ്റേണിനനുസരിച്ചിട്ട് 3 ഇയേഴ്സ് ഡിഗ്രിയാണ് ചില വിഷയങ്ങളിൽ ഇവർ കൊടുക്കുന്നുള്ളത്. അതാണ് സാധാരണ നമ്മൾ മുമ്പ് എല്ലാവരും പഠിച്ചുകൊണ്ടുണ്ടായിരുന്ന ഡിഗ്രിയാണ് കൺവെൻഷണൽ ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ PG പ്രോഗ്രാംസ് 2 ഇയർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നടത്തുന്നുള്ളതാണ് PG പ്രോഗ്രാം എന്ന് പറയുന്നത്, മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 ഡിഗ്രികൾ. ഇനി ഇതിൽ സെമസ്റ്റർ പാറ്റേൺ ആണ് ഇവർ ഫോളോ ചെയ്യുന്നുള്ളത്. അതായത് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോണേഴ്സിൻ്റെ ആണെങ്കിൽ 4 ഇയറിൽ ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്റർ ഉണ്ടാവും, സെക്കൻഡ് ഇയറിൽ 2 സെമസ്റ്റർ, അങ്ങനെ 4 ഇയറിൽ 2 സെമസ്റ്ററാണ് നടക്കുന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 4 ഇയർ ഡിഗ്രി ആണെങ്കിൽ അവിടെ 8 സെമസ്റ്ററാണ് നടക്കുന്നുള്ളത്. ഇനി 3 ഇയർ ഡിഗ്രി ആണെങ്കിൽ അവിടെ 6 സെമസ്റ്ററാണ് നടക്കുന്നുള്ളത്. PG പ്രോഗ്രാംസിന് 2 ഇയർ ആണ്, അവിടെ 4 സെമസ്റ്ററാണ് നടക്കുന്നുള്ളത്. സെമസ്റ്റർ 1 ഇയറിൽ 2 സെമസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെമസ്റ്റർ നടക്കുന്നുള്ളത് 6 മന്ത് ഒരു സെമസ്റ്റർ, 6 മന്ത് പിന്നെ ഒരു സെമസ്റ്റർ, അങ്ങനെയാണ് പൊതുവെ സെമസ്റ്ററിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 6 മന്ത് ഒന്നും കിട്ടാറില്ല, ഒരു 3 or 4 മന്താണ് സെമസ്റ്ററിന് കിട്ടാനുള്ളത്. അതും ഫസ്റ്റ് സെമസ്റ്ററിന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ട് ആ ഒരു ഫസ്റ്റ് സെമസ്റ്ററിന് നമുക്ക് കുറേ ഡ്യൂറേഷന് കിട്ടും, ഒരു 7 മന്ത് 8 മന്ത് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ സെക്കൻഡ് സെമസ്റ്ററിന് നമുക്ക് ടൈം കുറവായിരിക്കും. എക്സാമിൻ്റെ പാറ്റേണും ഇതേപോലെയാണ്. 6 മന്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ആയിരിക്കും, സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആയിരിക്കും. ബുക്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, 2 സെമസ്റ്ററിനും ബുക്സ് വേറെ ബുക്കായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് സ്കൂൾ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5 ടൈപ്പ് ഓഫ് സ്കൂളാണ് ഉള്ളത്. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സയൻസ്, സ്കൂൾ ഓഫ് ലോ ആൻഡ് ബിസിനസ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ഇൻ്റർഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ്ഡിസിപ്ലിനറി സ്റ്റഡീസ്. ഇതിൽ SGOUൻ്റെ അണ്ടറിൽ സ്കൂൾ ഓഫ് ഇൻ്റർഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ്ഡിസിപ്ലിനറി സ്റ്റഡീസ് മാത്രം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്കി 4 സ്കൂൾ ഓഫ് സ്റ്റഡീസും ഇവരുടെ അണ്ടറിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ പ്രോഗ്രാംസ് ആണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം 4 വർഷ ഹോണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ ഓഫ് ലോ ആൻഡ് ബിസിനസ് സ്റ്റഡീസിൻ്റെ അണ്ടറിൽ വരുന്നുള്ളതാണ് BBA ആൻഡ് BCom. സ്പെഷ്യലൈസേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. സ്കൂൾ ഓഫ് ലാംഗ്വേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് BA ഇംഗ്ലീഷ്, BA മലയാളം. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് BA ഹിസ്റ്ററി ആൻഡ് BA സോഷ്യോളജി. ഇനി 3 വർഷ ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ ഓഫ് ലാംഗ്വേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് BA അഫ്ലുലുമ, BA അറബിക്, BA ഹിന്ദി, BA സംസ്കൃത്. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൻ്റെ അണ്ടറിലാണ് BA എക്കണോമിക്സ്, BA നാനോ ഓൺട്രപ്രണർഷിപ്പ്. BA ഫിലോസഫി സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റഡീസാണ്. BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി. സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അടുത്തതായി PG പ്രോഗ്രാംസിൻ്റെ സ്കൂൾ ഓഫ് സ്റ്റഡീസിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ ഓഫ് ലാംഗ്വേജസ് MA Arabic, MA English, MA Hindi, MA Malayalam, MA Sanskrit. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്നുള്ളതാണ്
MA Economics, MA History, MA Philosophy, MA Political Science, MA in Public Administration, MA Sociology. School of Law and Business Studiesiന് അണ്ടറിൽ വരുന്നതാണ് MCOM, Master of Commerce എന്നുള്ളത്. എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് UG പ്രോഗ്രാംസിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾക്കും സ്റ്റേറ്റ് എക്സാം എഴുതിയ കുട്ടികൾക്കും ഓപ്പണായി എഴുതിയവരാണെങ്കിലും റെഗുലർ സ്കൂളിംഗ് ചെയ്തവരാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അടുത്ത PGൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് PG പ്രോഗ്രാം എടുക്കാവുന്നതാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരാൾ ഇക്കണോമിക്സിലാണ് ഡിഗ്രി എടുത്തിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് PGക്ക് MCOM ചെയ്യാൻ പറ്റും. അതായത് ഡിഗ്രി ഏത് വിഷയത്തിൽ ഡിഗ്രി എടുത്തോ അത് ഇവിടെ പ്രാധാന്യമില്ല. PGക്ക് അവരുടെ ഇഷ്ടത്തിന് ചേരാവുന്നതാണ്. ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള ക്വാളിഫിക്കേഷന് വേണ്ട ആവശ്യമില്ല. സോ ഇത്ര മാർക്ക് വേണം എന്നൊരു ആവശ്യം അവർ പറയുന്നില്ല. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി മസ്റ്റായി എടുത്തിരിക്കണം, പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ, ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ UGC അപ്രൂവ് ചെയ്യാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി ബിരുദം എടുത്തിട്ടുള്ളത് എങ്കിൽ അവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെക്കൻഡ് തിങ്, ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് സ്റ്റേറ്റിൻ്റെ പുറത്ത് നിന്ന് ആണ് ഡിഗ്രി എടുത്തിട്ടുള്ളതെങ്കിൽ എക്സെപ്റ്റ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇതല്ലാതെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം എടുത്തിട്ടുള്ളത് എങ്കിൽ അവർ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത്. മൂന്നാമത്തെ കാര്യം, UGCയുടെ നിർദ്ദേശപ്രകാരം ഒരു ഫോറിൻ നേഷണൽസിനും ഇന്ത്യയിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ SGOUയിലും ഒരു ഫോറിൻ നേഷണൽസിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു ഓൾ. ബൈ.